അയ്യോ അയ്യോ ആ ആ ഇട്ടാ ആടി ആടി ഇതാ തുടക്കത്തിലത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എവിടെയാണ് വന്നിട്ടുള്ളതെന്ന്. വേറെ ഒന്നുമല്ല, ഒരുപാട് നാളായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരുള്ള ചുങ്കത്ത് ജ്വല്ലറിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുത്താനായിട്ട് കാത് കുത്താനായിട്ടുള്ള സ്റ്റഡൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡയമണ്ട് സ്റ്റഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബുഗാഡിന്നോ അങ്ങനെ എന്തോ എന്ന സംഭവമാണ് ഇതിനെ പറയുകയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരോടും പറഞ്ഞത്. അപ്പോൾ അവരത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ച് ഇവിടെ മുകളിൽ തന്നെ ഇത് കുത്താനായിട്ടൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ആൾ നമുക്ക് മൂക്കും കാതും ഒക്കെ കുത്തിത്തരും. അപ്പോൾ ആൾ മൂക്കൊക്കെ കുത്തുന്നത് മറ്റേ സ്വർണ്ണ സൂചി കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതും അതുപോലെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആൾ എനിക്കിങ്ങനെ എവിടെയാണ് കുത്തേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് തന്നു. അങ്ങനെ കുറേ നേരം ഞാൻ എൻ്റെ മുഖം തന്നെ കണ്ണാടിയിൽ നോക്കി ഇരുന്നു. അങ്ങനെ ആളത് ചെവിയൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മളെ എന്താ പറയുക നല്ല രീതിക്ക് കംഫർട്ടാക്കി ഇരുത്തുന്നുണ്ട് കേട്ടോ അവർ. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കണ്ട വീഡിയോസൊക്കെ കണ്ട് നല്ല എൻ്റെ മുഖത്ത് ആ ഒരു പേടിയാണ് കാണുന്നത്. കാരണം നല്ല വേദനയുണ്ട് എന്നുള്ള രീതിക്കാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു സ്വപ്നം, അതായത് ഒരു സന്തോഷം അത് ചെയ്യുന്നതിലൂടെ കിട്ടുമെങ്കിൽ ആ ഒരു സന്തോഷം അങ്ങോട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആ വേദനയൊക്കെ ഇല്ലാണ്ട് മീൻസ് കണ്ണടച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ചേട്ടൻ നമുക്ക് കറക്റ്റ് സ്പോട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടാമത് ചോദിക്കും ഇത് തന്നെയല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആണ് ആൾ പോയിട്ട് ആ സൂചി എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. അതായത് ചെറിയ സൂചി കൊണ്ടല്ല, ഈ വലിയ ഒരു സംഭവം കൊണ്ടാണ് കുത്തി കയറ്റാൻ പോണത് എന്നുള്ളത്. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ വലുത് തന്നെയായിരുന്നു. പക്ഷേ ഈ ചേട്ടൻ മൂക്ക് കുത്തിയത് ചെറിയ സ്വർണ്ണ സൂചി കൊണ്ടായ കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും കാതും കുത്താമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കേട്ടോ ആക്ച്വലി. പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഗൈസ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. ആളിതെടുത്തപ്പോൾ എൻ്റെ കിളി ഒന്നും കൂടി പോയി. പിന്നെ ഇനി കുത്തി കയറ്റുമ്പോൾ ഇനി വേറെ എവിടെയും തെറ്റി കയറണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് അവിടെ ശ്വാസം അടക്കിയിരുന്നതാണ്. വേദന എടുത്ത സത്യത്തിൽ ഞാൻ ഓടിയിട്ട് കരയാൻ വരെ നിന്നിട്ടില്ല, പേടിച്ചിട്ട് ഇനി തെറ്റി എവിടെയും കുത്തി കയറണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ആ സൂചി അങ്ങനെ ആ ചേട്ടൻ അതിൽ കുത്തി കയറ്റിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു സംഭവമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കുത്തുക എന്നുള്ളതാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എനിക്ക് ഈ വേദന എടുത്തോ എന്ന് ചോദിച്ചാൽ വേദന എടുത്തു. കാരണം ആ ഒരു സ്പോട്ടിൽ അത് കുത്തി കയറ്റുമ്പോഴുള്ള ഒരു വേദന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേദനയൊക്കെ പോവും. അത്ര അധികം നേരമൊന്നും നിൽക്കുന്നില്ല. പിന്നെ എനിക്ക് അത്ര വീഡിയോയിലൊക്കെ കാണുന്ന നമ്മൾ മറ്റുള്ളവർ പറയുന്ന അത്രയുള്ള ഒരു വേദനയൊന്നും എനിക്ക് തോന്നിയില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല പോലെ ആവില്ല. ചിലവർക്ക് നിങ്ങൾക്കൊന്നും ചിലപ്പോൾ കുത്തുമ്പോൾ വേദന ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് പോയിട്ട് ജസ്റ്റ് കുത്തി നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. എനിക്കത് ഇട്ടിട്ട് നല്ല ഇഷ്ടമായി കേട്ടോ. വലിയ കാതൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെയും കുത്തിയിട്ട് എൻ്റെ ചുറ്റിലുള്ളവരൊക്കെ പറഞ്ഞത് നല്ല ഭംഗിയുണ്ടെന്നാണ്. എനിക്കും നല്ല ഭംഗിയുള്ളതായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാരണം കൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് നേരത്തെ വേദന സഹിച്ചെങ്കിലും ഞാനത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയുടെ മുന്നിൽ വന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ ഇടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട് ചില സീനുകൾ. അങ്ങനെ നമ്മളതൊക്കെ കുത്തി കയറ്റി ആൾ കമ്മലൊക്കെ ഇട്ട് മുറുക്കി. പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക, പിന്നെ രണ്ടാമത്തെ എൻ്റെ കിളി പോയത് ആ മുകളിലുള്ള സ്റ്റഡ് അടച്ചതിന് ശേഷം അത് അടിയിലേക്ക് ആളൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രസ് ചെയ്തതിലാണ് പിന്നെ എൻ്റെ അടുത്ത കിളി പോയത്. സത്യത്തിൽ എൻ്റെ പിരി കുറച്ച് ലൂസാണെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും കാതിൻ്റെ പിരി ആൾ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ, നന്നായി മുറുക്കിയിട്ട്. ഇതുവരെ അത് ലൂസായിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ പിന്നെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ എത്രയ്ക്ക് സുഖമുണ്ട് ആ സംഭവം എന്നുള്ളത്. പിന്നെ അത് ആ ഒരു കയറ്റുമ്പോഴുള്ള ഒരു വേദന മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പം നിന്നോളും. പിന്നെ അധികം ചോരയൊന്നും വന്നില്ല. ഒരു ഇത്തിരി ചോരയൊക്കെ പൊടിയും. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ചോര കാണണമല്ലോ. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി മാത്രം ഒരു പൊടി ചോര കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം സാധിച്ചെടുത്തു നമ്മുടെ ആ ഒരു ആഗ്രഹം. അങ്ങനെ അതായത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു. കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, കുറച്ചും കൂടി നടത്താനുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വെക്കേഷനിൽ തന്നെ കുറേശ്ശെയായിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കാര്യം നമ്മൾ ചെയ്തു.
അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് നേരെ ഞാൻ വീണ്ടും തിരിച്ച് ഇൻറ്റേൺഷിപ്പിന് കോടതിയിൽ എത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനേക്കാൾ മുൻപ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് തല ചുറ്റിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു വടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പുറത്ത് നല്ല വെയിൽ ഇങ്ങനെ നമ്മളെ കരിയിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. അകത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്ന് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അകത്തും കരിഞ്ഞിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങിയ വെയിൽ കൊണ്ടും കരിയും. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പോകാതെ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഇവർ ഞങ്ങൾക്ക് എന്തോ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാത്രം ഗിഫ്റ്റൊക്കെ അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മളെ കുറച്ച് കംഫർട്ടാക്കി വയ്ക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് ഇവിടേക്ക് ഇനി ഗോൾഡ് എടുക്കാൻ പോകുമ്പോഴും ഇവിടേക്ക് പോയാൽ കൊള്ളാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ മുകളിലത്തെ കമ്മലും അടിയിലത്തെ കമ്മലും മാച്ച് ചെയ്യുന്നതായിട്ട് എല്ലാവരും പറഞ്ഞു. അത് മാച്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്കത് കുത്തിയിട്ട് ഭംഗിയുണ്ടോ എന്നും കൂടി പറയണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം തല ചുറ്റൽ മാറ്റാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ വീഡിയോ ഒക്കെ എടുത്ത് എങ്ങനെയുണ്ടെന്നുള്ളത്, വീഡിയോയിൽ നമ്മളെ കാണാൻ ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ. അങ്ങനെ ഞാൻ നോക്കി. ഇടയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭംഗിയില്ലെന്ന് തോന്നി. പിന്നെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. ഒരു കാതിൽ ഞാൻ കുത്തിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത കാതിൽ ഈ വേദന മാറിയിട്ട് കുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറിയിട്ട് ഒരു നറുനീണ്ടി സർബത്തൊക്കെ കുടിച്ചു. ചോറ് കഴിച്ചിട്ടില്ല, ഫുഡൊന്നും കഴിക്കാണ്ടാണ്. പിന്നെ നമുക്ക് വേഗം അവിടെ എത്തണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ നറുനീണ്ടി കുടിച്ച് നേരെ വിട്ടു. അങ്ങനെ ആദ്യം അമ്മേനെയാണ് പോയി കാണിച്ചത്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കുത്താൻ പോണ കാര്യം. കണ്ട വഴിക്ക് അമ്മ സാധാരണ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചീത്ത വിളിക്കലാണ് പതിവ്. പക്ഷേ ഇതിപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നത് കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ പിള്ളേരെ കാണാനായിട്ട് പോയി. ഇതാണ് നമ്മുടെ വർക്ക് പ്ലേസ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാമെന്ന് കണ്ടാൽ പറയില്ലല്ലോ, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനും ഈ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത് ആക്ച്വലി. അങ്ങനെ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ചിലവ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ കറുമുറു ഐറ്റംസ്, പിന്നെ കുറച്ച് എന്താ പറയുക മറ്റേ കോള ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.